അനുഗ്രഹത്തിനഗ്നിനാവായി എഴുന്നരുളണമേ. പാവനാത്മാ സ്നേഹരൂപ ഈ സമൂഹത്തിൽ അനുഗ്രഹത്തിനഗ്നിനാവായി എഴുന്നരുളണമേ. പാവനാത്മാ സ്നേഹരൂപ ഈ സമൂഹത്തിൽ കന്യാമേരി ഉന്നതത്തിൽ ശക്തിയായി വന്നു. സ്നേഹന്മാരിൽ ആശ്വാസപ്രദൻ അഗ്നിനാവായും. കന്യാമേരിയിൽ ഉന്നതത്തിൽ ശക്തിയായി വന്നു. സ്നേഹന്മാരിൽ ആശ്വാസപ്രദൻ അഗ്നിനാവായും. മാടപ്രാവായി ദൈവപുത്രനിൽ ആവസിച്ചതുപോ തിരുസഭയിൽ കൃപതൻ സൂര്യനായി എഴുന്നു നിൽക്കൂ നീ. അനുഗ്രഹത്തിൻ അഗ്നിനാവായി എഴുന്നരുളണമേ. പാവനാത്മാ സ്നേഹരൂപ ഈ സമൂഹത്തിൽ ആത്മാവാലും ജലത്താലും മാമോദീസായിൽ പുതിയ ജന്മം നൽകി നമ്മിൽ നിത്യമാവസിപ്പൂ. ആത്മാവാലും ജലത്താലും മാമോദീസായിൽ പുതിയ ജന്മം നൽകി നമ്മിൽ നിത്യമാവസിപ്പൂ. പാവനാത്മാ നിന്റെ വരങ്ങളും കൃപകളും നിത്യം ഞങ്ങളിൽ കുളിർത്തന്നലായി നീ തൂകണേ നാഥ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവജനമേ, ദൈവത്തിൻ്റെ ആത്മാവ് ഭൂമിയെ ചുംബിക്കുന്ന ക്രമരഹിതമായ നമ്മുടെ ഈ ലോകത്ത് സൗമ്യദീപ്തമായിട്ട് അഗ്നിനാളങ്ങളുടെ രൂപത്തിൽ പെയ്തിറങ്ങുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഓർമ്മ തിരുനാളാണ് പെന്തക്കോസ്ത്. ക്രൈസ്തവരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെയൊക്കെ പിറവി തിരുനാൾ എന്ന് ഇതിനെ വിശേഷിപ്പിക്കാം. ഭയപ്പെട്ട് കഥകടച്ച് യഹൂദരെ ഭയന്നിരുന്ന ശിഷ്യന്മാരുടെ മേൽ ആത്മാവിൻ്റെ അഗ്നിസ്നാനമുണ്ടായതിൻ്റെ ഓർമ്മപ്പെടുത്തൽ. അവിടെ നിന്ന് അവർ ലോകത്തിൻ്റെ പല ഭാഗത്ത് പോയിട്ട് ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ തുടങ്ങിയതിൻ്റെ ധന്യമായ സ്മരണ. സന്തോഷത്തോടെ ഈ ആത്മാവിൻ്റെ ചൈതന്യത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിലേക്ക്, നമ്മുടെ ക്രമരഹിതമായ ജീവിത അന്തസ്സുകളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഉൽപ്പത്തി പുസ്തകത്തില് സൃഷ്ടികർമ്മത്തിൽ തൊട്ട് പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തമായ സ്ഥാനം നമ്മൾ കണക്കാക്കുന്നുണ്ട്. വചനം പറയുന്നു, രൂപരഹിതമായ ക്രമരഹിതമായ ഈ ലോകത്ത് പരിശുദ്ധാത്മാവ് കടന്നു വന്നപ്പോൾ ഭൂമിക്ക് ഒരു രൂപമുണ്ടായി,
ജീവനുണ്ടായി. വെള്ളത്തിന്റെ ഉപരിതലത്തില് ദൈവത്തിന്റെ ആത്മാവ് ചലിച്ചപ്പോൾ അവിടെ ജീവനുണ്ടായി എന്നാണ് പറയുക. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ വീണ്ടും പറയുന്നു, മണ്ണുകൊണ്ട് മെനഞ്ഞെടുത്ത മനുഷ്യരൂപത്തിന്റെ മേലെ ദൈവം നിശ്വസിച്ചപ്പോൾ അവിടെ ജീവനുണ്ടായി. ജോബിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നു, ദൈവത്തിന്റെ നിശ്വാസം എൻ്റെ മേൽ വന്നപ്പോൾ എനിക്ക് ജീവനുണ്ടായി. ഇന്നത്തെ വായനയിൽ എസെക്കിയേൽ പ്രവാചകൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, അസ്ഥികളിൽ ദൈവാത്മാവ് ചലിച്ചപ്പോൾ അവർ മനുഷ്യരായി എഴുന്നേറ്റ് നിന്നു എന്നാണ് പറയുക. പഴയ നിയമത്തിലുടനീളം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. പുതിയ നിയമത്തിലോട്ട് കടന്നു വരുമ്പോൾ രക്ഷാകര ചരിത്രം ആരംഭിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിലൂടെയാണ്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പരിശുദ്ധ കന്യാമറിയം ദൈവപുത്രന് ജന്മം കൊടുക്കുന്നുണ്ട്. ആ ദൈവപുത്രൻ തൻ്റെ ജീവിതം ആരംഭിക്കുന്നത്, തൻ്റെ ജീവിതത്തില് ദൈവം ഏൽപ്പിച്ച തൻ്റെ കർത്തവ്യം, ഉത്തരവാദിത്വം തുടങ്ങുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിലാണ്. ആത്മാവിനാൽ അവൻ നയിക്കപ്പെട്ട് മരുഭൂമിയിലേക്ക് പോയി. അവന്റെ ജ്ഞാനസ്നാന സമയത്ത് സ്വർഗം തുറക്കപ്പെട്ട് ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അവൻ തന്റെ പരസ്യ ജീവിതം ആരംഭിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട്, ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ ഞാൻ നിയോഗിക്കപ്പെടുന്നു. അങ്ങനെ വേദപുസ്തകത്തിലുടനീളം പരിശുദ്ധാത്മാവിന്റെ നിറസാന്നിധ്യം നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. ഇന്ന് പ്രത്യേകമായിട്ട് അപ്പസ്തോല പ്രവർത്തനങ്ങളിലൂടെയും യോഹന്നാന്റെ സുവിശേഷത്തിലൂടെയും നമ്മൾ കാണുന്നു, സെഹിയോൻ ഊട്ടുശാലയിലേക്ക്, ശിഷ്യന്മാരുടെ നടുവിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരുന്നതിന്റെ ധന്യമായ ഓർമ്മ. യേശുവിനെ നഷ്ടപ്പെട്ട്, ഗുരുവിനെ നഷ്ടപ്പെട്ട്, ജീവിതം ഇനി എങ്ങോട്ട് എന്ന് അറിയാതെ തളർന്നു പോയവര്, ജീവിതം ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ജീവിതത്തിന്റെ ലക്ഷ്യം നഷ്ടമായവരിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ അവർക്കുണ്ടാവുന്ന മാറ്റങ്ങളെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. 5 രീതിയിലാണ് പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരെ നവീകരിക്കുന്നതായിട്ട് വചനം പറയുക. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 1-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് കാണുന്നു, യഹൂദരെ ഭയന്ന് അവർ കഥകടച്ച് അവർ ഭയപ്പെട്ട് ഇരിക്കുമ്പോൾ അവരുടെ നടുവിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരുന്നു. 5 രീതിയിൽ 5 ഇന്ദ്രിയങ്ങളെ പരിശുദ്ധാത്മാവ് നവീകരിക്കുകയാണ്. ഒന്നാമത്, പരിശുദ്ധാത്മാവിന്റെ ആഗമനം ഒരു ഇടിമുഴക്കത്തിന്റെ ശബ്ദത്തോടു കൂടിയാണ്. കേൾവിയെ നവീകരിക്കുകയാണ്. പലതും കേട്ട് പല കാര്യങ്ങളും അറിഞ്ഞ് കേൾവിയിലൂടെ ഭയപ്പെട്ടിരുന്ന ശിഷ്യ സമൂഹം ആ ഇടിമുഴക്കത്തിന്റെ ശബ്ദത്തിലൂടെ കേൾവിയെ നവീകരിക്കപ്പെടുന്നു. രണ്ടാമത് വീണ്ടും പറയുന്നു, അഗ്നിനാളങ്ങളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുന്നത് അവർ കണ്ടു. കാഴ്ചയെ നവീകരിക്കുക. ഒരിക്കലും ഇഷ്ടമില്ലാത്ത മലീനസമായ ചില കാഴ്ചകൾ കണ്ട് അവരുടെ ജീവിതത്തിൽ പ്രകാശം നഷ്ടപ്പെട്ടപ്പോൾ ആ കാഴ്ചയെ അഗ്നിനാളങ്ങളുടെ രൂപത്തില് പ്രത്യക്ഷത്തിൽ കണ്ടുകൊണ്ട് കാഴ്ചയെ നവീകരിക്കുന്നു. മൂന്നാമത്, പരിശുദ്ധാത്മാവ് ആ സെഹിയോൻ ഊട്ടുശാല മുഴുവൻ നിറഞ്ഞു. അവരുടെ മേൽ നിശ്വസിച്ചു. അവർ ശ്വസിച്ചതൊക്കെ ആത്മാവിനെയായിരുന്നു. അങ്ങനെ തൻ്റെ ശരീരത്തിൽ മുഴുവൻ ആത്മാവിൻ്റെ ചൈതന്യം നിറഞ്ഞു. നാലാമത്, പരിശുദ്ധാത്മാവ് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അവർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരായി എന്ന് പറയുക. ശരീരം മുഴുവൻ അതിൻ്റെ ഊർജം, ശരീരം മുഴുവൻ അതിൻ്റെ ശക്തി, ശരീരം മുഴുവൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രതിഭാസം അവർക്ക് തിരിച്ചറിയുവാൻ സാധിച്ചു. ഭയപ്പാട് അവരുടെ ശക്തിയായിട്ട് മാറി. ദൈവത്തിന് വേണ്ടി പുറപ്പെടുവാനായിട്ട് തയ്യാറായി. അവസാനമായി അവർ പല ഭാഷകൾ സംസാരിച്ചു. പേടിച്ചിരണ്ടുപോയ നാവിനെ കർത്താവ് വിശുദ്ധീകരിക്കുകയാണ്. നാവ് കൊണ്ട് അരുതായ്മ പറഞ്ഞു പോയത്
നാവുകൊണ്ട് ദൈവദൂഷണം പറഞ്ഞു പോയത്, നാവുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോയ നാവിനെ പല ഭാഷകൾ നൽകി നാവിൻ്റെ ബന്ധനത്തെ അഴിച്ചുകൊണ്ട് ഒരു പുതിയ സൃഷ്ടിയായിട്ട് ശിഷ്യന്മാരെ മാറ്റുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. ഇതുതന്നെയാണ് ഇന്ന് നമ്മൾ പെന്തക്കോസ്ത് തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. ഒരു നവസൃഷ്ടിയായിട്ട് മാറുക, ഒരു പുതിയ ജന്മം നമ്മുടെ ജീവിതത്തിൽ ഉടലെടുക്കേണ്ടിയിരിക്കുന്നു. പല കാരണങ്ങൾ കൊണ്ട് ഭയപ്പെട്ടു പോയവര്, പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ തളർന്നു പോയവര്, വിശ്വാസം പോലും നഷ്ടപ്പെട്ടു പോയവര്, ജീവിതത്തിൽ ഞെരുക്കത്തിൽ ഏർപ്പെട്ടിരുന്ന നമ്മളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ആഗമനം ഉണ്ടാവണം. അവൻ നമ്മുടെ മേലും ഇറങ്ങി വരട്ടെ, നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഭാവവും രൂപവും നൽകിക്കൊണ്ട് പുതിയൊരു സൃഷ്ടിയായിട്ട് ലോകത്തിന്റെ മുമ്പിൽ ദൈവത്തെ പ്രകാശിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഇന്ന് പ്രത്യേകമായിട്ട് കത്തോലിക്ക സഭ മുഴുവന് പിറവി ആഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഒരു പുതിയ സൃഷ്ടിയായി മാറുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും ദൈവസമക്ഷം സമർപ്പിച്ച് പരിശുദ്ധാത്മാവെ എൻ്റെ ജീവിതത്തിൽ ഇറങ്ങി വരണമേ എന്ന്, പരിശുദ്ധാത്മാവെ എൻ്റെ ജീവിതത്തെ ദൈവത്തോട് ചേർത്ത് വെക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധിയോടെ, ഒരുക്കത്തോടെ, അനുതാപം നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിൻ്റെ പരമകാരുണ്യത്തിൻ്റെ ഈ യാഗബലിക്കായി നമുക്കൊരുങ്ങാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യ കന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യ മഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നിവർ താഴ്മയായി. ദൈവമേ കർത്താവ് അങ്ങ്
വാഴ്ത്തുന്നു സർലോക രാജനേ. സർവേക ശക്തനാം ദൈവമേ, താതനാമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദേവ സൂനുവേ, കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവാം അങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ കുഞ്ഞാടേ, താതനാം ദൈവത്തിൻ സോനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപ നിഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപ നിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ, പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാം യേശുവേ. അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു ദാനേകനാം നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ. ത്രിത്വൈക ദൈവ മഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഇന്നത്തെ ആഘോഷത്തിന്റെ അനുഷ്ഠാനത്താൽ എല്ലാ ജനതകളിലും രാജ്യങ്ങളിലുമുള്ള അങ്ങേ സാർവത്രിക സഭയെയും അങ്ങ് പൗത്രീകരിക്കുന്നുവല്ലോ. ലോകം മുഴുവനിലും പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ചൊരിയണം. സുവിശേഷം ആദ്യമായി പ്രഘോഷിക്കപ്പെട്ടപ്പോൾ പ്രവർത്തിച്ച ദൈവ കാരുണ്യം ഇപ്പോഴും വിശ്വാസികളുടെ ഹൃദയങ്ങളിലൂടെ ചൊരിയണം. എന്നും ജീവിച്ച് വാഴുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിട്ടുള്ളണമേ. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് പന്തക്കുസ്ത ദിനം സമാഗതമായപ്പോൾ അപ്പസ്തോലന്മാർ എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി. അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്ന് നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ആകാശത്തിൻ കീഴുള്ള സകല ജനപദങ്ങളിലും നിന്ന് വന്ന ഭക്തരായ യഹൂദർ ജെറുസലേമിൽ ഉണ്ടായിരുന്നു. ആരവം ഉണ്ടായപ്പോൾ ജനം ഒരുമിച്ച് കൂടുകയും തങ്ങൾ ഓരോരുത്തരുടെയും ഭാഷകളിൽ അപ്പസ്തോലന്മാർ സംസാരിക്കുന്നത് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. അവർ വിസ്മയഭരിതരായി പറഞ്ഞു,
ഈ സംസാരിക്കുന്നവരെല്ലാവരും ഗലീലിയരല്ലേ? നാം എല്ലാവരും താങ്കളുടെ മാതൃഭാഷയിൽ ശ്രവിക്കുന്നതെങ്ങനെ? പാർത്തിയക്കാരും മേദിയക്കാരും എലാമിയക്കാരും മെസപ്പൊട്ടേമിയൻ നിവാസികളും യൂദയായിലും കപ്പദോക്യയിലും പോന്തസിലും ഏഷ്യയിലും താമസിക്കുന്നവരും ഫ്രീജിയയിലും പാംഫിയയിലും ഈജിപ്തിലും കിറേനയുടെ ലിബിയ പ്രദേശങ്ങളിലും നിവസിക്കുന്നവരും റോമായിൽ നിന്നുള്ള സന്ദർശകരും യഹൂദരും യഹൂദമതം സ്വീകരിച്ചവരും ക്രേത്യരും അറേബ്യരും ആയ നാം എല്ലാം ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ അവർ വിവരിക്കുന്നത് നമ്മുടെ മാതൃഭാഷകളിൽ കേൾക്കുന്നല്ലോ. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവെ, അങ്ങ് ജീവശ്വാസം അയച്ച് ഭൂമുഖം നവീകരിക്കണമേ. കർത്താവെ, അങ്ങ് ജീവശ്വാസം അയച്ച് ഭൂമുഖം നവീകരിക്കണമേ. എന്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക. എന്റെ ദൈവമായ കർത്താവെ, അങ്ങ് അത്യുന്നതനാണ്. കർത്താവെ, അങ്ങയുടെ സൃഷ്ടികൾ എത്ര വൈവിധ്യപൂർണങ്ങളാണ്. ഭൂമി അങ്ങയുടെ സൃഷ്ടികളാൽ നിറഞ്ഞിരിക്കുന്നു. കർത്താവെ, അങ്ങ് ജീവശ്വാസം അയച്ച് ഭൂമുഖം നവീകരിക്കണമേ. കർത്താവെ, അങ്ങ് ജീവശ്വാസം അയച്ച് ഭൂമുഖം നവീകരിക്കണമേ. അങ്ങ് അവയുടെ ശ്വാസം പിൻവലിക്കുമ്പോൾ അവ മരിച്ചു കുഴിയിലേക്ക് മടങ്ങുന്നു. അങ്ങ് ജീവശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. അങ്ങ് ഭൂമുഖം നവീകരിക്കുന്നു. കർത്താവെ, അങ്ങ് ജീവശ്വാസം അയച്ച് ഭൂമുഖം നവീകരിക്കണമേ. കർത്താവെ, അങ്ങ് ജീവശ്വാസം അയച്ച് ഭൂമുഖം നവീകരിക്കണമേ. കർത്താവിന്റെ മഹത്വം എന്നേക്കും നിലനിൽക്കട്ടെ. കർത്താവ് തന്റെ സൃഷ്ടികളിൽ ആനന്ദിക്കട്ടെ. എന്റെ ഈ ഗാനം അവിടുത്തേക്ക് പ്രീതികരമാകട്ടെ. ഞാൻ കർത്താവിൽ ആനന്ദിക്കുന്നു. കർത്താവെ, അങ്ങ് ജീവശ്വാസം അയച്ച് ഭൂമുഖം നവീകരിക്കണമേ. കർത്താവെ, അങ്ങ് ജീവശ്വാസം അയച്ച് ഭൂമുഖം നവീകരിക്കണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, യേശു കർത്താവാണ് എന്ന് പറയുവാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കുകയില്ലെന്ന് നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദാനങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും ആത്മാവ് ഒന്ന് തന്നെ. ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും കർത്താവ് ഒന്ന് തന്നെ. പ്രവർത്തികളിൽ വൈവിധ്യമുണ്ടെങ്കിലും എല്ലാവർക്കും എല്ലാത്തിലും പ്രചോദനം നൽകുന്ന ദൈവം ഒന്ന് തന്നെ. ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ്. ശരീരം ഒന്നാണെങ്കിലും അതിൽ പല അവയവങ്ങൾ ഉണ്ട്. അവയവങ്ങൾ പലതെങ്കിലും അവയെല്ലാം ചേർന്ന് ഏക ശരീരമായിരിക്കും. അതുപോലെ തന്നെയാണ് ക്രിസ്തുവും നമ്മളെല്ലാവരും ഒരേ ആത്മാവിൽ ഏക ശരീരമാകാൻ ജ്ഞാനസ്നാനമേറ്റു. യഹൂദരെന്നോ ഗ്രീക്കുകാരെന്നോ അടിമകളെന്നോ സ്വതന്ത്രരെന്നോ ഭേദം കൂടാതെ ഒരേ ആത്മാവിനെ പാനം ചെയ്യുവാൻ എല്ലാവർക്കും സാധിച്ചു. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധാത്മാവേ, എഴുന്നരുളിയാലും സ്വർഗത്തിൽ നിന്നങ്ങ് തൂകുമാറാകണേ. അങ്ങേ പ്രകാശത്തിൻ കതിരുകൾ പാവങ്ങൾ തൻ പിതാവേ വരിക, വരസന്ധായക വരിക, ഹൃദയങ്ങൾ തൻ മണിദീപമേ വരിക.
അത്യുത്തമനാമാശ്വാസദായക ആത്മാവിൻ മധുരതമാം അതിഥി ഇമ്പമേറും ശീതള സങ്കേതമേ അധ്വാന കർമ്മത്തിൽ വിശ്രമമാണങ്ങ് ചൂടേറും വേളയിൽ ആറ്റും തണലങ്ങ് കണ്ണുനീർ വാർക്കുമ്പോൾ ആശ്വാസവുമങ്ങ് പരമധന്യമായുള്ള പ്രകാശമേ താവക ഭക്തര ഏവരുടെയും ഹൃദയാന്തരംഗങ്ങൾ ചെമ്മേ നിറച്ചാലും അങ്ങയുടെ ദിവ്യ സഹായമില്ലാതെ മനുഷ്യനിലൊന്നുമില്ലതു നിശ്ചയം നിർമ്മലമായതും ഒന്നുമില്ലത്രേ മലിനമായതു കഴുകിടണമേ വരണ്ടു പോയത് നനച്ചിടണമേ മുറിപ്പെട്ടത് സുഖപ്പെടുത്തണമേ കടുപ്പമുള്ളതു വഴക്കി നിർത്തുക തണുത്തുപോയത് ചൂടുറ്റതാക്കുക വഴുതിപ്പോയത് നേർവഴിയാക്കുക അങ്ങയുടെ ഭക്തജനങ്ങൾക്ക് അങ്ങയെ ശരണം പ്രാപിച്ചവർക്ക് അങ്ങയുടെ സപ്തദാനങ്ങളേകണേ പുണ്യസൽഫലം ഞങ്ങൾക്ക് നൽകുക സ്വർഗകവാടം തുറന്നു തന്നിടുക നിത്യ സൗഭാഗ്യം കൽപ്പിച്ചരുളുക ആമേൻ ഹല്ലേലൂയ 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 പരിശുദ്ധാത്മാവേ എഴുന്നള്ളുക വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കുക അവയിൽ അങ്ങയുടെ സ്നേഹാഗ്നി ഉജ്ജ്വലിപ്പിക്കുക ഹല്ലേലൂയ 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 കർത്താവ് നിങ്ങളോട് കൂടെ. ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. ആഴ്ചയുടെ ആദ്യ ദിവസമായ ഇന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കഥകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. കർത്താവിന്റെ
സുവിശേഷം ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. വിശ്വാസ തീഷ്ണതയോടെ നമുക്ക് കർത്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏക ദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യയിൽ ഏകനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യനായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പോന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു. വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, ഈ പെസഹ സന്തോഷത്തിൽ കൂടുതൽ തീഷ്ണതയോടെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തന്റെ പ്രിയപുത്രന്റെ പ്രാർത്ഥനകളും യാചനകളും ശ്രവിച്ച അവിടുന്ന് നമ്മുടെ താഴ്മയെയും കാരുണ്യപൂർവം കടാക്ഷിക്കുമാറാകട്ടെ. സ്നേഹപിതാവേ, തിരുസഭയെ വിശുദ്ധിയുടെ പാതയിലൂടെ സുരക്ഷിതമായി നയിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ വർഗീസ് ചക്കാലക്കൽ പിതാവിനെയും മറ്റെല്ലാ അച്ചപാലകരെയും അനുഗ്രഹിക്കണമേ. അച്ചഗണത്തിന് മാർഗദീപമായി കത്തിജ്വലിക്കാൻ അങ്ങേ ആത്മാവിൻ്റെ നവചൈതന്യം ഇവരുടെ മേൽ ചൊരിയണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹദാത, എല്ലാ ക്രൈസ്തവരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. പലപ്പോഴും ആത്മാവിന്റെ ചൈതന്യം തിരിച്ചറിയാൻ സാധിക്കാത്തവരായി ഞങ്ങൾ മാറിപ്പോകുന്നു. അങ്ങേ പ്രിയപുത്രൻ കുരിശിൽ ചിന്തിയ ഓരോ തുള്ളി രക്തവും ഞങ്ങളുടെ വീണ്ടെടുപ്പിനാണെന്ന് തിരിച്ചറിഞ്ഞ് ഒരു പുത്തൻ ഉണർവോടെയും ആത്മാവിന്റെ നിറവിനാലും ഈ പെന്തക്കോസ്താ തിരുനാൾ ആഘോഷിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ ദൈവമേ, അങ്ങേ തിരുക്കുമാരനെ കുരിശിൽ തറച്ചവർ പോലും പെന്തക്കോസ്താ ദിനത്തിൽ പത്രോസിന്റെ പ്രസംഗം ശ്രവിച്ച് മാനസാന്തരപ്പെട്ടുവല്ലോ. ദൈവമില്ല എന്ന വാദവുമായി നിരീശ്വരരായി ജീവിക്കുന്ന എല്ലാ മക്കളിലേക്കും അങ്ങേ ആത്മാവിന്റെ ചൈതന്യം ഒഴുകി അവരെ മാനസാന്തരത്തിലേക്ക് നയിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കരുണാമയനായ ദൈവമേ, ലോകം മുഴുവൻ കോവിഡ് എന്ന മഹാമാരിയുടെ ഭീതിയിൽ അഴിഞ്ഞിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അങ്ങേ പരിശുദ്ധാത്മ ശക്തിയാൽ ഈ വ്യാധിയുടേതായ എല്ലാ വിഷമതകളെയും സാമ്പത്തിക ഞെരുക്കങ്ങളെയും ധൈര്യസമേതം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ വേണ്ട കൃപാവരങ്ങൾ എല്ലാ മനുഷ്യരുടെയും മേൽ ചൊരിയണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ജീവന്റെ ഉറവിടമായ ദൈവമേ, ആസന്ന മരണരായ എല്ലാവരുടെ മേലും കരുണയായിരിക്കണമേ.
പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കുവാൻ അവരെ അനുഗ്രഹിക്കണമെന്നും ശുദ്ധീകരണ സ്ഥലത്ത് വേദന അനുഭവിക്കുന്നവരുടെ പാപങ്ങൾ പുറത്ത് അങ്ങേ തിരുമുഖം ദർശിക്കുവാനുള്ള ഭാഗ്യമരുളണമേ എന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഒരു നിമിഷം നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ, നമ്മുടെ കുടുംബത്തിൻ്റെതായ എല്ലാ ആവശ്യങ്ങളും ഈ ബലിപീഠത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, യാചിക്കുന്ന സഭയുടെ പ്രാർത്ഥനകൾ അങ്ങേ സന്നിധിയിൽ പ്രീതികരമായി ഭവിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ യോഗ്യതകളാണ് യാചിക്കുവാൻ ധൈര്യപ്പെടാത്തത് അങ്ങേ കാരുണ്യത്താൽ ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ഞങ്ങളുടെ പിതാവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിരുളേണമേ. ആമേൻ. ഒരു കുഞ്ഞു പൂവു ഞാൻ കാഴ്ചയേകുന്നു, കരം നീട്ടി വാങ്ങി നീ സ്വീകരിക്കണമേ. വിധവതൻ ചെറുകാശ് പോലെ കാഴ്ചയെ കൈക്കൊള്ളുവാൻ കനിവാകേണമേ. സ്വീകരിക്കണമേ നാഥാ, സ്വീകരിക്കണമേ. എന്നെ ഇന്ന് പൂർണ്ണമായി സമർപ്പിക്കുന്നു. നീ തന്നൊരായിരം നന്മകൾക്കൊക്കെയും നന്ദിയായി നൽകുന്നു എൻ ജീവിതം. നീ തന്നൊരായിരം നന്മകൾക്കൊക്കെയും നന്ദിയായി നൽകുന്നു എൻ ജീവിതം. കുശവന്റെ കയ്യിലെ കളിമണ്ണു പോലെന്നെ തിരുവുള്ളം പോൽ നീ വാർത്തെടുക്കണമേ. സ്വീകരിക്കണമേ നാഥാ, സ്വീകരിക്കണമേ. എന്നെ എന്നു പൂർണ്ണമായി സമർപ്പിക്കുന്നു. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തന പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുമേ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവനെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ പുത്രന്റെ വാഗ്ദാനമനുസരിച്ച് പരിശുദ്ധാത്മാവ് ഈ ബലിയുടെ രഹസ്യം സമൃദ്ധമായി വെളിപ്പെടുത്തുവാനും എല്ലാ സത്യങ്ങളും കാരുണ്യപൂർവ്വം അനാവരണം ചെയ്യുവാനും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എന്നെപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങ് പെസഹ രഹസ്യം പൂർത്തിയാക്കിക്കൊണ്ട് അങ്ങേ ഏകജാതന്റെ സംസർഗത്തിലൂടെ ദത്തുപുത്രരായിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഇന്ന് പരിശുദ്ധാത്മാവിനെ വർഷിക്കുകയും ചെയ്തു. സഭയുടെ
ആരംഭം കുറിച്ച അവിടുന്ന് സകല ജനതകൾക്കും ദൈവിക ജ്ഞാനം പ്രദാനം ചെയ്യുകയും വ്യത്യസ്തമായ ഭാഷകൾ ഒരേ വിശ്വാസത്തിന്റെ പ്രഖ്യാപനത്താൽ ഒന്നാക്കി തീർക്കുകയും ചെയ്തുവല്ലോ. ആകയാൽ പെസഹ സന്തോഷത്താൽ നിറഞ്ഞ് ഭൂതലത്തിലെ സകല ജനങ്ങളും ആഹ്ലാദിക്കുന്നു. മാത്രമല്ല, ഉന്നത ശാക്തികന്മാരും മാലാക വൃന്ദങ്ങളും അവിരാമം സ്തുതിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിന്റെ ഗീതം ഒന്നു ചേർന്ന് ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. ദൈവത്തിൻ്റെ കാരുണ്യം ദിവ്യകാരുണ്യമായി രൂപാന്തരപ്പെടുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളെ ഈ ബലിപീഠത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകം, അരൂപിയുടെ ഒരു വലിയൊരു ജ്ഞാനത്തിൻ്റെ ഉറവ നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വല്ലാതെ തളർന്നു പോയിട്ടുണ്ട് നമ്മൾ, വല്ലാതെ ഞെരുക്കപ്പെട്ടു പോയിട്ടുണ്ട് നമ്മൾ. വിശ്വാസം പോലും ക്ഷയിച്ചു പോയ അവസ്ഥകളുണ്ടായിട്ടുണ്ട്. ഒറ്റപ്പെടലിൻ്റെ ഏകാന്തതയുടെ നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. ആത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഭയപ്പെട്ടിരുന്ന നമ്മുടെ ജീവിതങ്ങളിലേക്ക് വിശ്വാസത്തിൻ്റെ ഊർജ്ജസ്വലതയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പല കാരണങ്ങൾ കൊണ്ട് മലീനസമായ നമ്മുടെ ഇന്ദ്രിയങ്ങളെ, നമ്മുടെ കാഴ്ചയെ, നമ്മുടെ കേൾവിയെ, നമ്മുടെ ശ്വാസത്തെ, നമ്മുടെ എല്ലാവിധ രുചികളെ ദൈവതൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നന്മയെ പ്രകാശിക്കുവാനായിട്ട് വിശ്വാസത്തിൻ്റെ തീഷ്ണത മറ്റുള്ളവരിലേക്ക് കൊടുക്കുവാനായിട്ട് ഈ പെന്തക്കോസ്ത് തിരുനാൾ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ശരീരവും മനസ്സും ദൈവതൃക്കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധിയോടെ ഈ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്കൊരുങ്ങാം. ഈ അപ്പവും വീഞ്ഞും യേശുവിൻ്റെ തിരുശരീര രക്തങ്ങളായി രൂപാന്തരപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവിലൂടെ ഒരു രൂപാന്തരീകരണം എൻ്റെ ജീവിതത്തിലും കുടുംബത്തിലും ഉണ്ടാകുവാനായിട്ട് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവ്വചരാചരങ്ങളും സമുചിതമായി അങ്ങേ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായ ഒരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവേ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു.
വിശുദ്ധീകരിക്കാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന തിരുമുൾ കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കുവാൻ കനിയണമേ. അങ്ങനെ ഇവ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പന അനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്നാൽ അവിടുന്ന് ഒറ്റക്കൊടുക്കപ്പെട്ട രാത്രി അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുന്നു. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്നു എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. ഞങ്ങളീ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്നു കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രന്റെ രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഉറപ്പും സ്വർഗാരോഹവും ഓർത്തുകൊണ്ട് അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് ജീവദായകവും പരിപാവനവുമായി ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ബലി തൃക്കൺ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയാൽ പ്രസാദിക്കുവാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരന്റെ ശരീര രക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരുവാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങൾ അങ്ങേക്കുള്ള നിത്യമായൊരു കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തെരഞ്ഞെടുക്കപ്പെട്ടവരോടത് അവകാശം ഞങ്ങൾക്ക് ലഭിക്കുവാൻ ഇടയാക്കണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യാമറിയത്തോടും കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ളവരുടെ നിരന്തര മധ്യസ്ഥാൻ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ ബലി സർവ്വലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ വർഗീസ് മെത്രാനോടും
മെത്രാൻ പദവിയിലുള്ളവരോടും വൈദികഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടും അത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കനിയണമേ. അങ്ങേ തിരുമുമ്പിൽ നിൽക്കുവാൻ അങ്ങ് തിരുവള്ളമായി കുടുംബത്തിന്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടരുളയണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങ് എല്ലാ മക്കളെയും അങ്ങലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ മൃതിയടഞ്ഞ സഹോദരരെയും അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതി മഹത്വവും എന്നും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായി ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം, സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലും വായിടേണം. അന്നു വേണ്ടുന്നു രാഹാരമിന്ന് ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർത്തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോൾ പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് നീ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളിൽ പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കം പാർന്ന് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞ
ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നത് ഈ ദിവ്യ കുഞ്ഞാടിന്റെ വിരുന്നിനായി ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത്. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യയല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ദൈവാരൂപിയേ സ്നേഹജ്വാലയായി സ്വർഗത്തിൽ നിന്നും നീ വരൂ. അഗ്നിനാളമായി നവ്യജീവനായി ഞങ്ങളിൽ വന്നു വാണിടൂ. സ്ലീഹന്മാർ നിറഞ്ഞപ്പോൾ ശക്തിയേകി നയിക്കണേ. സ്ലീഹന്മാർ നിറഞ്ഞപ്പോൾ ശക്തിയേകി നയിക്കണേ. ശാന്തിയേകുന്ന ദിവ്യ സന്ദേശം മാനസാന്തര മാർഗമായി. ശാന്തിയേകുന്ന ദിവ്യ സന്ദേശം മാനസാന്തര മാർഗമായി. യേശുവേഗ വിമോചകനെന്ന് വിശ്വമാകെ ഉദ്ഘോഷിക്കാം. യേശുവേഗ വിമോചകനെന്ന് വിശ്വമാകെ ഉദ്ഘോഷിക്കാം. ദൈവരൂപിയേ സ്നേഹജ്വാലയായി സ്വർഗത്തിൽ നിന്നും നീ വരൂ. അഗ്നിനാളമായി നവ്യജീവനായി ഞങ്ങളിൽ വന്നു വാണിടൂ. അത്ഭുതങ്ങളും രോഗശാന്തിയും യേശുവിൻ തിരുനാമത്തിൽ. അത്ഭുതങ്ങളും രോഗശാന്തിയും യേശുവിൻ തിരുനാമത്തിൽ. സാധ്യമായെന്നും ഈ സമൂഹത്തിൽ ദൈവരാജ്യം വളർന്നിടാം. സാധ്യമായെന്നും ഈ സമൂഹത്തിൽ ദൈവരാജ്യം വളർന്നിടാം. ദൈവരൂപിയേ സ്നേഹജ്വാലയായി സ്വർഗത്തിൽ നിന്നും നീ വരൂ. അഗ്നിനാളമായി നവ്യജീവനായി
ഞങ്ങളിൽ വന്നു വാണിടൂ. കൊറോണ വൈറസ് ബാധയിൽ നിന്ന് സംരക്ഷണത്തിനായുള്ള പ്രാർത്ഥന. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായി കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, ബന്ധുമിത്രാദികൾ എന്നിവരെയെല്ലാം രോഗബാധയിൽ നിന്ന് സംരക്ഷിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. രോഗികളോട് ശുശ്രൂഷ മനോഭാവത്തോടെയും ആത്മധൈര്യത്തോടെയും പെരുമാറുവാനുള്ള കൃപ അവർക്ക് നൽകണമേ. കൊറോണ വൈറസിനെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാൻ രാഷ്ട്രത്തലവന്മാരെയും ഭരണാധികാരികളെയും ഡോക്ടർമാരെയും അങ്ങ് സഹായിക്കണമേ. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്ന് ഉദ്ഘോഷിച്ച സങ്കീർത്തകനോട് ചേർന്ന് കുറച്ച് വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങളും അങ്ങനെ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ സ്വീകരിച്ച് എല്ലാ വിപത്തുകളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും വിശിഷ്യ കൊറോണ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ അനന്തമായ കാരുണ്യത്താൽ സംരക്ഷിക്കണമേ. ആമേൻ. വിശുദ്ധ സെബസ്ത്യാനോസേ, വിശുദ്ധ കൊറോണയെ, വിശുദ്ധ മത്രീസ്യായെ, സകല വിശുദ്ധരുമേ, പരിശുദ്ധ ദൈവമാതാവിനോടുള്ള വണക്കമാസം 31-ാം ദിവസം. ആധ്യാത്മിക ജീവിതത്തിൽ മറിയത്തിനുള്ള സ്ഥാനം. പ്രാർത്ഥന. പരിശുദ്ധ കന്യക മറിയമേ, അങ്ങ് ഞങ്ങളുടെ സങ്കേതമാണ്. ഞങ്ങളുടെ ആധ്യാത്മികവും ഭൗമികമായ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ. അമ്മയോത്ഭവനെ ഞങ്ങളെ ഈശോയ്ക്കും നിനക്കുമുള്ളവരാകുവാൻ മനസ്സായിരിക്കുന്നു. എനിക്ക് നിന്റെ നേരെയുള്ള സ്നേഹത്തിന്റെ ലക്ഷ്യമായി എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും ഓർമ്മ, ബുദ്ധി, മനസ്സ്, ശരീരം എന്നിവയെയും അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. നീ എന്നെ അനുഗ്രഹിച്ച് എൻ്റെ രക്ഷയായിരിക്കണമേ. എന്നെ എല്ലാ പാപങ്ങളിൽ നിന്നും സംരക്ഷിച്ച് ആത്മശരീര വിശുദ്ധിയോടുകൂടി ജീവിക്കുവാൻ സഹായിക്കണമേ. പിതാവായ ദൈവത്തിന്റെ പുത്രിയും പുത്രനായ ദൈവത്തിന്റെ മാതാവും പരിശുദ്ധാത്മാവിന്റെ പ്രിയമുള്ള മണവാട്ടിയുമായ പരിശുദ്ധ കന്യകേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിലോടി വന്ന് നിന്റെ സഹായം അപേക്ഷിച്ചവരെങ്കിലും നീ ഉപേക്ഷിച്ചതായ ലോകത്തിൽ കേൾക്കപ്പെട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയായ കന്യകേ, ദയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് അങ്ങേ തൃപ്പാദത്തിൽ ഞാൻ അറിയുന്നു. വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിപതയെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിന്റെ മാതാവേ, എന്റെ അമ്മേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളണമേ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവിനോടുള്ള വണക്കമാസത്തിന് ഇന്ന് സമാപനം കുറിക്കുമ്പോൾ പ്രത്യേകമായിട്ട് നമ്മളെല്ലാവരെയും പരിശുദ്ധ ദൈവമാതാവിന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ മാതാവിലൂടെ നിരവധിയായ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ ഈശോയെ ചേർത്ത് പിടിച്ചതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈശോയെ ഏത് വിഷമഘട്ടങ്ങളിലും ഏത് ആപൽഘട്ടങ്ങളിലും ഈശോയുടെ നിരന്തരമായ സാന്നിധ്യം അമ്മയിലൂടെ നമുക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് നമ്മുടെ ജീവിതത്തെയും നമ്മുടെ എല്ലാ ഭവനങ്ങളെയും
വിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കന്യകയായ ദൈവമാതാവേ, ഞങ്ങൾക്ക് മാതാവായി നിയമിക്കപ്പെട്ടിരിക്കുന്ന പരലോക ഭൂലോക രാജ്ഞികളുടെ രാജ്ഞി, സർവ്വവല്ലഭനായിരിക്കുന്ന കർത്താവിൻ്റെ അമ്മേ, സകല സൃഷ്ടികളിലും ഉത്തമ സൃഷ്ടി, സകല ആരാധനയ്ക്കും യോഗ്യമായ ഏകതത്വത്തിന് ഏറ്റവും പ്രസാദിച്ച കന്യകെ, സർവ്വപുണ്യങ്ങളും പ്രതിബിംബിച്ച് കാണപ്പെടുന്ന തെളിവുള്ള കണ്ണാടി, അങ്ങേക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഈ മാസത്തിന്റെ അന്ത്യത്തിൽ അങ്ങേ പക്കൽ നന്ദിയുള്ള മനസ്സോടുകൂടി ഞങ്ങളെ മുഴുവനും കാഴ്ചവെക്കുന്നതിന് ഞങ്ങൾ വരുന്നു. ഞങ്ങളിൽ കഴിയുന്ന വണ്ണം എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങളെ അങ്ങേക്ക് കാഴ്ചവെക്കുന്നതിനും മോക്ഷവാസികളായ എല്ലാവരും ചെയ്തു വരുന്ന സ്തോത്രങ്ങൾ എല്ലാം കാണിക്കയായി അങ്ങേക്ക് സമർപ്പിക്കുന്നതിനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങേ സിംഹാസനത്തിന് പക്കൽ സാഷ്ടാംഗം വീണ് ഞങ്ങളെ കാക്കുന്ന ദൈവദൂതന്മാരുടെയും എല്ലാ മോക്ഷവാസികളെയും സമക്ഷത്തിൽ ഏറ്റവും വണക്കത്തോടും തീക്ഷ്ണമായ സ്നേഹത്തോടും കൂടി അങ്ങേ ഞങ്ങൾ രാജ്ഞിയായും നാഥിയായും സങ്കേതമായും മാതാവായും കരുതിക്കൊണ്ട് സ്ഥിരമായ മനസ്സോടും കറയറ്റ സ്നേഹത്തോടും കൂടെ ഞങ്ങളുടെ ശരീരത്തെയും ആത്മാവിനെയും അവയവങ്ങളെയും ശക്തികളെയും മറ്റു ഞങ്ങളുടെ സകലത്തെയും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. അങ്ങേക്ക് യോഗ്യമായ വണക്കത്തെ പ്രസിദ്ധപ്പെടുത്തിയും അങ്ങേ ശത്രുക്കളോട് എതിർത്ത ശേഷം ചേർത്തുകൊണ്ട് എല്ലാ ദിവസവും അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നതാണ്. ഇടവിടാതെ ഞങ്ങളെ നിരൂപിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട ഉപകാരങ്ങൾ ചെയ്യുവാൻ കാത്തിരിക്കുന്ന അങ്ങേ മറക്കുന്നതെങ്ങനെ? പരിശുദ്ധ മറിയമേ, ഇന്ന് തുടങ്ങി ഞങ്ങളുടെ മരണപര്യന്തം അങ്ങേ മക്കളായിട്ടും ശുശ്രൂഷകരായിട്ടും ദാസരായിട്ടും ഞങ്ങൾ ജീവിക്കുന്നുണ്ട്. അങ്ങേ ഭരണത്തിൻ കീഴിൽ ഞങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത് എത്രയോ ഭാഗ്യം. കണ്ണുനീരിന്റെ ഉറവയായ ഈ സ്ഥലത്ത് നിന്ന് അങ്ങേ നോക്കി പ്രലപിച്ചുകൊണ്ട് അങ്ങേ സഹായം പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ആപത്തുകളെയും ഞങ്ങളുടെ ശത്രുക്കളുടെയും ക്രൂരതയെയും തൃക്കൺ പാർക്കണമേ. ഞങ്ങളുടെ മേൽ അലിവായി ഞങ്ങൾക്ക് വേണ്ടി സർവേശ്വരന്റെ പക്കൽ പ്രാർത്ഥിച്ച് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. സകല നന്മകളും കൃപയും നിറഞ്ഞ മാതാവേ, അങ്ങേക്ക് കാഴ്ചവെക്കപ്പെട്ട ഞങ്ങളെ സഹായിച്ച് കാത്തുകൊള്ളണമേ. ഞങ്ങൾക്ക് വരാനിരിക്കുന്ന തിന്മകളെ നീക്കി ഞങ്ങളുടെ ആത്മശത്രുക്കളെ പരാജയപ്പെടുത്തണമേ. ഞങ്ങളുടെ കരുണ നീക്കി സ്ഥിരപ്പെടുത്തണമേ. ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിച്ചിരിക്കുന്നവരെയും ഞങ്ങളെ കൈവിടാതെ കൊടുങ്കാറ്റിന്റെ ആധിക്യത്തിൽ ശോഭിച്ച സമുദ്രത്തെ പോലെയുള്ള ഈ ലോകത്തിലെ ഞങ്ങളെ നാശം കൂടാതെ നടത്തി അങ്ങയോടുകൂടെ സകല ഭാഗ്യങ്ങളും പ്രാപിക്കുന്നവരെയും അമ്മേ ഞങ്ങളെ കൈവിടരുതേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. സുഹൃത ജപം. ദൈവജനത്തിന് മാതാവായ മറിയമേ, ദൈവജനത്തിന് മാതാവായ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവജനത്തിന് മാതാവായ മറിയമേ, ദൈവജനത്തിന് മാതാവായ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവജനത്തിന് മാതാവായിരിക്കുന്ന മറിയമേ, ദൈവജനത്തിന് മാതാവായിരിക്കുന്ന മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ സഭയ്ക്ക് സ്വർഗീയ ദാനങ്ങൾ പ്രദാനം ചെയ്യുകയും അങ്ങ് നൽകിയ കൃപ കാത്തു സൂക്ഷിക്കുകയും ചെയ്യണമേ. അങ്ങനെ വർഷിക്കപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ ദാനം ശക്തമാകുവാനും ആത്മീയ ഭോജനം നിത്യമായ പരിത്രാണത്തിന്റെ വർധനയ്ക്ക് ഉപകരിക്കുവാനും ഇടയാകുമാറാകട്ടെ. ജനകർത്താവായ ക്രിസ്തുവൻ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ.
ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കുവിൻ. ആശ്വാസദായകനായ ആത്മാവിനെ അയച്ച് ശിഷ്യന്മാരുടെ ഹൃദയങ്ങൾ പ്രകാശിപ്പിക്കുവാൻ തിരുമനസ്സായ പ്രകാശങ്ങളുടെ പിതാവായ ദൈവം തൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളെ ആനന്ദഭരിതരാക്കുകയും അവിടുത്തെ അതേ ആത്മാവിൻ്റെ ദാനങ്ങളാൽ എപ്പോഴും നിറയ്ക്കുകയും ചെയ്യുമാറാകട്ടെ. ശിഷ്യന്മാരുടെ മേൽ പ്രത്യക്ഷപ്പെട്ട അത്ഭുതകരമായ തീനാളം സമസ്ത പാപമാലിന്യങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഹൃദയങ്ങളെ സംശുദ്ധീകരിച്ച് അവിടുത്തെ പ്രകാശധാരയാൽ പൂരിതമാക്കുമാറാകട്ടെ. ഭാഷകളുടെ വൈവിധ്യം ഒരേ വിശ്വാസത്തിന്റെ പ്രഖ്യാപനത്തിൽ സംയോജിപ്പിക്കുവാൻ തിരുമുള്ളവായ അവിടുന്ന് അതേ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ ഇടവരുത്തുകയും അതുവഴി പ്രത്യാശയിൽ നിന്ന് ദർശനത്തിലേക്ക് കടന്നു വരുവാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവം നിങ്ങളെ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. അല്ലേലൂയ, അല്ലേലൂയ. ദൈവത്തിന് നന്ദി. അല്ലേലൂയ, അല്ലേലൂയ. കന്യാമേരിതൻ നാമം പാരിന്റെ ആരോമൻ നാമം. കന്യാമേരിതൻ നാമം പാരിന്റെ ആരോമൻ നാമം. ദൈവകുമാരനും മാതാവാകുവാൻ ദൈവം നേടിയോരമ്മ. ദൈവകുമാരനു മാതാവാകുവാൻ ദൈവം നേടിയോരമ്മ. മണ്ണിലെ മനുജന് അമ്മയെ തീരുവാൻ ശ്രീയേശു നേടിച്ചോരമ്മ. മണ്ണിലെ മനുജന് അമ്മയെ തീരുവാൻ ശ്രീയേശു നേടിച്ചോരമ്മ. കന്യാമേരിതൻ നാമം പാരിന്റെ ആരോമൻ നാമം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ